പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ലാൻഡ് ആൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സൈറ്റിലൂടെ ഭൂനികുതി എങ്ങനെയാണ് അടക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഭൂനികുതി ലാൻഡ് ആൻഡ് റവന്യൂ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ നമുക്ക് ഭൂനികുതി അടക്കാവുന്നതാണ്. ഗൂഗിളിൽ കേരള ലാൻഡ് ടാക്സ് എന്ന് സെർച്ച് ചെയ്യുക. തുടർന്ന് ഈ കാണുന്ന ലിങ്കിൽ പോകുക. തുടർന്ന് ലാൻഡ് ആൻഡ് റവന്യൂവിന്റെ സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. ഈ കാണുന്ന ക്വിക്ക് പേയിലാണ് പോകേണ്ടത്. റവന്യൂ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് സിറ്റിസൺ ലോഗിനിൽ പോയി യൂസർ ഡീറ്റെയിൽസ് നൽകി ലോഗിൻ ചെയ്തും ടാക്സ് അടക്കാവുന്നതാണ്. റവന്യൂ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ലോഗിൻ ചെയ്ത് നമുക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സേവനങ്ങൾ നേടിയെടുക്കാവുന്നതാണ്. എന്നാൽ ഇന്നിവിടെ ലോഗിൻ ചെയ്യാതെ എങ്ങനെയാണ് ടാക്സ് അടക്കുന്നത് എന്നാണ് നോക്കുന്നത്. അതിനായി ഈ കാണുന്ന ക്വിക്ക് പേയിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ ആദ്യം മൊബൈൽ നമ്പർ നൽകുക. നമുക്ക് OTP ലഭിക്കുന്ന ഏതു മൊബൈൽ നമ്പറും നൽകാവുന്നതാണ്. തുടർന്ന് ക്യാപ്ച നൽകി ഗെറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് ലഭിച്ച OTP ടൈപ്പ് ചെയ്തു കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. പിന്നീട് ഇങ്ങനെ ഒരു പേജ് വരുന്നതാണ്. ഇവിടെ മുമ്പ് നികുതി അടച്ച റിസിപ്റ്റ് ഉണ്ടെങ്കിൽ ആ റിസിപ്റ്റ് നമ്പർ നൽകി സെർച്ച് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. എന്നാൽ റിസിപ്റ്റ് നമ്പറൊന്നും കൊടുക്കാതെ ഭൂവിവരങ്ങൾ നൽകി എങ്ങനെയാണ് നികുതിയടക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ആദ്യം ജില്ല സെലക്ട് ചെയ്തു കൊടുക്കുക. തുടർന്ന് താലൂക്ക് സെലക്ട് ചെയ്തു കൊടുക്കുക. ശേഷം വില്ലേജ് സെലക്ട് ചെയ്യുക. പിന്നീട് ബ്ലോക്ക് നമ്പറുണ്ടെങ്കിൽ അതും നൽകുക. ഇവയെല്ലാം മുമ്പ് കരമടച്ച റിസിപ്റ്റിൽ ലഭ്യമാണ്. പിന്നീട് ഇവിടെ നമ്മൾ നൽകിയ മൊബൈലിൽ നമ്മുടെ തണ്ടപ്പേർ നമ്പർ ലിങ്കാണെങ്കിൽ ഇവിടെ ടിക്ക് കൊടുത്ത് മുന്നോട്ട് പോയാൽ മതിയാകും. എന്നാൽ ഈ ഓപ്ഷൻ നിലവിൽ ഡാറ്റ ലഭ്യമല്ല എന്നാണ് പറയുന്നത്. അതിനാൽ ഇവിടെ തണ്ടപ്പേർ നമ്പർ ടൈപ്പ് ചെയ്തു കൊടുത്ത് ഗെറ്റ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഇവിടെ സർവേ നമ്പറും സബ് നമ്പറുണ്ടെങ്കിൽ അതും നൽകി മുന്നോട്ട് പോകാവുന്നതാണ്. എന്നാൽ സർവേ നമ്പർ മാത്രം നൽകി മുന്നോട്ട് പോകുമ്പോൾ അതേ സർവേ നമ്പറിലുള്ള ഒന്നിൽ കൂടുതൽ വസ്തുവിവരങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്നും നമ്മൾ പേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭൂവിവരങ്ങൾ തിരയേണ്ടി വരും. ആയതിനാൽ തണ്ടപ്പേർ നമ്പർ നൽകി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഞാനിവിടെ TP മൊബൈലിൽ ക്ലിക്ക് ചെയ്തതിനാൽ ഇതിൽ മാറ്റം വരുത്താനായി ഈ കാണുന്ന ക്ലിയറിൽ ക്ലിക്ക് കൊടുത്താൽ ഈ പേജ് ഫ്രഷ് ആയി വരുന്നതാണ്. ഇനി ഞാനിവിടെ തണ്ടപ്പേർ നമ്പർ കൊടുത്തു ഗെറ്റ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. സബ് നമ്പർ ഉണ്ടെങ്കിൽ അതും നൽകേണ്ടതാണ്. തുടർന്ന് വരുന്ന പേജിൽ വസ്തുവിന്റെ മുഴുവൻ വിവരങ്ങളും കാണാവുന്നതാണ്. തുടർന്ന് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് വിവരങ്ങൾ കാണാവുന്നതാണ്. തുടർന്ന് പേ നൗവിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഒരിക്കൽ കൂടെ ലാൻഡ് വിവരങ്ങൾ അടങ്ങുന്ന ഒരു പോപ്പ് വിൻഡോ വരികയും താഴെ പ്രൊസീഡ് ഫോർ പേയ്മെന്റ് കാണുകയും ചെയ്യുന്നതാണ്. ഇവിടെ പ്രൊസീഡ് ഫോർ പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്യാനുള്ള പേജിൽ എത്തുന്നതാണ്. ഇവിടെ 3 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഏതു വേണമെങ്കിലും കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഗെറ്റവായിൽ പോയാൽ ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ, UPI എന്നിവയും കാണാവുന്നതാണ്. അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് GR നമ്പർ ജനറേറ്റ് ആയി വരുന്നതാണ്. ഇവിടെ OK കൊടുക്കുക. അടുത്ത പേജിൽ വീണ്ടും പേയ്മെന്റ് ചെയ്യാനുള്ള വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. കാർഡ് പേയ്മെന്റ്, നെറ്റ് ബാങ്കിംഗ്, UPI ഇവയിൽ അനുയോജ്യമായത് സെലക്ട് ചെയ്ത് പേ ചെയ്യാവുന്നതാണ്. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്റ്റ് ഡൗൺലോഡ് ആയി വരുന്നതാണ്. റെസിപ്റ്റ് സേവ് ചെയ്ത് വെക്കുകയോ പ്രിന്റ് എടുക്കുകയോ ചെയ്യാവുന്നതാണ്. എന്നാൽ വീണ്ടും നമുക്ക് ഈ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനായി സാധിക്കുന്നതാണ്. അതിനായി വീണ്ടും മെയിൻ പേജിൽ മൊബൈൽ നമ്പറും ക്യാപ്ചയും നൽകി OTP കൊടുത്ത് മുന്നോട്ട് പോയാൽ മുകളിൽ പേയ്മെന്റ് റിസിപ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ചു പേ ചെയ്ത എല്ലാ പേയ്മെന്റിന്റെയും റിസിപ്റ്റുകൾ കാണാവുന്നതാണ്. ഇവിടെ നിന്നും നമുക്ക് വേണ്ട റിസിപ്റ്റ് അതിന് നേരെ കാണുന്ന റിസിപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നികുതി പേയ്മെന്റുമായി ബന്ധപ്പെട്ട വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.